Watch full episodes on Jio Hotstar. ഫുർഫുരി നഗര നിവാസികളെ, ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു സന്തോഷ ദിവസമാണ്. ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ മിസ്റ്റർ മോങ് ലീ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ സംസാരിക്കുവാനായി ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഒരു മിനിറ്റ് സോറി, ഞങ്ങൾ വരാൻ ഒരല്പം ലേറ്റായി. ഞങ്ങളൊന്ന് വന്ന് ഇരുന്നോട്ടെ, എന്നിട്ട് നിങ്ങൾ തുടങ്ങിക്കോന്നേ. കസേരയൊന്നും കാണുന്നില്ലല്ലോ, ഒരു കസേര പോലും ഇല്ലല്ലോ. ഓ, എല്ലാത്തിലും ആൾക്കാരാണല്ലോ. അവിടെയും ഇല്ലല്ലോ. മോട്ടു ദേ കണ്ടോ, കസാര ഒഴിഞ്ഞു കിടക്കുന്നു. വേഗം വാ. ഇനി തുടങ്ങിക്കോളൂ സാറേ. അപ്പൊ കൂട്ടുകാരെ, ഒരു മിനിറ്റ്. അതെ, ചായക്കട ചേട്ടാ, നല്ല ചൂടുള്ള സമൂസകൾ കുറച്ച് കൊണ്ടുവരുമോ? പ്ലീസ് പ്ലീസ് സാറേ. അതിനുശേഷം നിങ്ങളുടെ പ്രസംഗം തുടങ്ങിക്കൂടെ? മോട്ടു, ഇനി ഒരു അക്ഷരം നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങളെ ഞാൻ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കും. സാർ, ഐ എം റിയലി സോറി. നിങ്ങൾക്ക് തുടരാം. അപ്പൊ കൂട്ടുകാരെ, ഈ ബ്രീഫ് കേസിൽ 100 കോടി രൂപയുണ്ട്. ഞാനിത് ഫുർഫുരി നഗറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വലിയ വലിയ ഫാക്ടറീസ് ഇവിടെ തുടങ്ങും. അതുമൂലം എല്ലാവർക്കും ഇവിടെ ജോലികൾ കിട്ടും. എല്ലാവർക്കും ഇരട്ടി ശമ്പളവും ലഭിക്കും. ഞാൻ ഫുർഫുരി നഗറിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റും. സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അതായത് സൽപ്രവർത്തി എപ്പ ചെയ്താലും അതിന്റെ ഫലം നല്ലത് തന്നെ ആയിരിക്കും എന്നതാണ് എന്റെ ഒരു രീതി. ഇയാൾ ഇതെന്തുവായി പറയുന്നത്? മുൾച്ചെടിയും മാമ്പഴം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് ആക്കുന്നല്ലോ. ഞാനതിന് ഇവിടെ എവിടെയും മുൾച്ചെടിയൊന്നും കാണുന്നില്ലല്ലോ. അല്ലേ പത്ലു? മോട്ടു, അതൊരു പഴഞ്ചൊല്ലാണ്. എന്ന് വെച്ച അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം തെറ്റായ പ്രവൃത്തികൾ ചെയ്താൽ തെറ്റായ പ്രതിഫലം കിട്ടുമെന്നാണ്. ഉപ്പ് തിന്നുന്നവൻ ഉറപ്പായും വെള്ളം കുടിക്കും. Welcome to Furfuri Nagar, Mr. Moong Lee. Allow me to introduce myself. I'm John. ഈ ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ബൈ ബൈ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. അവിടെ നിൽക്കാൻ. മോട്ടു, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക പത്ലു. ഐഡിയ. മോട്ടു, നല്ല മണം. സോറി ജോണേ, കഴിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണോ? ബൈ ബൈ ജോൺ. പത്ലു, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സമൂസകളൊക്കെ നീ ആ ജോണിന് കൊടുക്കാൻ നോക്കി അല്ലേ? എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കേട്ടല്ലോ. എന്റെ മോട്ടു, ഞാൻ നിന്നെ ഹെലികോപ്റ്ററിലേക്ക് അയച്ചതാണ്. അപ്പൊ നിനക്ക് ജോണിന്റെ കയ്യിൽ നിന്ന് മിസ്റ്റർ മോങ്ങിന്റെ പൈസ തിരിച്ചു വാങ്ങാലോ. സോറി സോറി, ഞാൻ ഇപ്പൊ പോയിട്ട് ഉടൻ തിരിച്ചു വരാം.
ജോൺ ആയിരിക്കും ഡൺ. ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നല്ലവൻ ചമഞ്ഞ് കളിക്കുന്നു നീ. നീ എങ്ങോട്ടേ പോന്ന്? അതെ, നീ ഇത് ഓടി എങ്ങോട്ടാ പോകുന്ന? മര്യാദയ്ക്ക് അകത്തേക്ക് വാ. എന്നെ ഇടിക്കരുത് മോട്ടു. ഞാൻ നീളമില്ലാത്ത ഉരുണ്ട പാവപ്പെട്ട ജോണല്ലേ. എന്നെ തല്ലരുത് മോട്ടു. പൈലറ്റെ ഹെലികോപ്റ്റർ തിരിച്ചുവിട്. എനിക്ക് ജയിലിൽ പോകാനുള്ള സമയമായിരിക്കുന്നു. ചിങ്കം സാർ, ജോണിന് ജയിലിലേക്ക് പോവാൻ ധൃതിയായെന്നാ തോന്നുന്നു. അവന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തേക്ക് സാറേ. താങ്ക് യു വെരി മച്ച് മോട്ടു. നിങ്ങൾ ചെയ്തൊരു വലിയ കാര്യം തന്നെയാണ്. ആ മോഷ്ടാവ് ജയിലിൽ പൊക്കോളും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവനവൻ ചെയ്യുന്ന ഫലം അവനവർ തന്നെ കിട്ടിയിരിക്കും. അതായത് തെറ്റാര് ചെയ്യുന്നുവോ അതിന്റെ ഫലം അവരനുഭവിച്ചിരിക്കും. മോട്ടു, പത്ലു, നിങ്ങൾ രണ്ടുപേരും ഹോങ്കോങ്ങിലേക്ക് വരണം. ഞാൻ നിങ്ങളെ ഹോങ്കോങ് മുഴുവൻ ചുറ്റിക്കാണിക്കാം. ഇതാണ് എന്റെ കാർഡ്. താങ്ക് യു സാർ. ഇപ്പൊ ഞാൻ തിരിച്ച് ഹോങ്കോങ്ങിലേക്ക് പോവാണ്. എന്നിട്ട് അടുത്ത മാസം എല്ലാം ശരിയാക്കിയിട്ട് വരാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു സെൽഫി നിർബന്ധമല്ലേ സർ? സ്റ്റേജിൽ ഓഡിയൻസിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കൂ. അപ്പോൾ സെൽഫിയിൽ എല്ലാവരെയും കിട്ടും. ഓ, say cheese. കുറച്ച് പുറകിലേക്ക് 1 സ്റ്റെപ്പ്. കുറച്ചുകൂടെ പിന്നിലേക്ക് 1 സ്റ്റെപ്പ്. എല്ലാരെയും കിട്ടുന്നില്ലല്ലോ. ഓ ജിയ, നിന്റെ ഒരു കാര്യം. പൊളിക്കടുത്തല്ല. എൻ്റെ അഭിപ്രായത്തില് നമ്മളെല്ലാവരും ഹോങ്കോങ്ങിലേക്ക് പോയിട്ട് ചുറ്റിക്കറങ്ങി വരണമെന്നാണ്. എന്റെ രോഗികളാണ് സത്യം. കസേട്ടാറ പറഞ്ഞത് ശരിക്കും ശരിയാണ്. ഓ ചങ്ക്, നീ മിസ്റ്റർ മോങ്കിന്റെ 100 കോടിയാ തിരിച്ചു പിടിച്ചത്. അതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മിസ്റ്റർ മോങ്ക് നമ്മളെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും ചങ്ക്. ശരി, നമുക്ക് പോകാം അല്ലേ മോട്ടു? ഒളിച്ചേ, എല്ലാവർക്കും ആഗ്രഹമുള്ളപ്പോ പിന്നെ ഞാൻ എന്തിനാ അതിന് തടസ്സം നിൽക്കുന്നത്? എന്നാ വരും പോകാം. ഹോങ്കോങ്. വരൂ സാറുമാരെ, ഞാനാണ് ലക്കി ഗായ്. ഈ ഹോങ്കോങ് മൊത്തം ഞാൻ ചുറ്റിക്കാണിക്കാം. പ്ലീസ് എന്റെ ടാക്സിയിലേക്ക് കയറൂ. ഈ ലക്കി ഗായുടെ ടാക്സിയിൽ കയറിയാൽ നിങ്ങൾക്ക് മൊത്തം ലക്കായിരിക്കും. ലക്ക്, ഞാൻ പറഞ്ഞത് സത്യം കേട്ടോ സാറേ. കേറിക്കോ. വരൂ. നിൽക്കൂ. അതെ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്?
പൊളിക്കടുത്തല്ലോ. താൻ എന്ത് പണിയെ കാണിക്കുന്നത്? കേറിക്കോ, വേഗം കേറിക്കോ. എന്റെ അമ്മോ! ചിങ്കം സാറേ, ഒന്ന് വേഗം അകത്തോട്ട് കേറ്. അകത്തേക്ക് ചെല്ല്. ഞാനിത് ഇപ്പൊ അടയ്ക്കാം. എന്റെ അമ്മോ! കേറിയിരിക്കെ. വിട്ടോ, ആദ്യം നല്ലൊരു ഹോട്ടലിലേക്ക് വണ്ടി വിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരാളെ കാണാൻ പോകാനുണ്ട്. ശരി. എന്താ പറ്റിയേ? എന്നാ വണ്ടി വിട്ടോ. ചങ്ക് ഇതെന്താ ഈ ഇത്? പശുവിലേക്ക് തരാം. ഓ, ഈ പണ്ടാരം പിടിച്ച ഡോർ അടയുന്നു ഇല്ലല്ലോ. ഡോണ്ട് വറി, ഞാൻ പിടിച്ചോണ്ട് ഓടിച്ചോളാം. ലക്കി ഗൈ ഡോറ് ശരിക്കും മുറുക്ക പിടിച്ചോണേ, അല്ലെങ്കിൽ തുറന്നു പോകും. ഓ, ഡോണ്ട് വറി. ഡോർ ചീത്തയാണെങ്കിൽ ഇപ്പൊ എന്താ, വണ്ടി മൊത്തം ചീത്തയല്ലേ? നിങ്ങളിപ്പോ ലക്കി ഗൈയുടെ കൂടെയാണ്. നീഹ. സൂക്ഷിച്ചു വിട്ടോ. പൊളിക്കടുത്തല്ല. എന്റെ പൊന്നെ, ഒന്ന് പതുക്കെ ഓടിക്കേ. എന്താണത്? പൊളിക്കടുത്തല്ലോ. ആരാണത്? എന്താണത്? ഇവിടൊക്കെ കാറിൽ ടൈഗറിനെയാണല്ലോ കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിലെ ഡോഗിനെ കൊണ്ടുപോകുന്നത് പോലെ. ഇത് ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ഡോൺ ഡെവിളാണ്. ഈ ഹോങ്കോങ് മൊത്തം അയാളുടെ കൺട്രോളിലാണ്. യു ഡോണ്ട് വറി. നിങ്ങളുടെ കൂടെ ഈ ലക്കി ഗൈ ഉണ്ടല്ലോ. ഇയാൾ എന്തായി കാണിക്കുന്ന വലിയേട്ടാ? നിങ്ങൾക്ക് എന്റെ ബാഗത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞു തരാം. കഴിഞ്ഞ ആഴ്ച ഒരാൾ ഇതുപോലെ എന്റെ കൂടെ കാറിൽ കറങ്ങാൻ വന്നിട്ട് അയാൾക്ക് ലോട്ടറി അടിച്ചു. മറ്റൊരാൾക്ക് ഡയമണ്ട് റിങ് കിട്ടി. എന്റെ കൂടെ വന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതം അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ നോക്കിക്കോ. അതെ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പിടിച്ചിരിക്കേ, കൈ വിട്ടേക്കല്ലേ. രക്ഷിക്കണേ. മോട്ടു നോക്കിയിരിക്കാതെ ചേർന്ന് പിടിക്ക. അതെ, എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? സ്റ്റിയറിംഗ് പിടിച്ചിരിക്കാനല്ലേ നീ ഇപ്പൊ എന്നോട് പറഞ്ഞത് മറന്നുപോയോ? സ്റ്റിയറിംഗ് പിടിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം കാറ് നേരെ ഓടിക്കാനാണ്. മുന്നിലേക്ക് നോക്കി നേരെ കാർ ഓടിക്കേ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു. നിങ്ങളിപ്പോ ലക്കി ഗൈയുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരാപത്തും സംഭവിക്കാൻ പോകുന്നില്ല. ലക്കി ഗൈ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോ രക്ഷപ്പെട്ടത്. നീഹോ. പൊളിക്കടുത്തല്ലോ.
താൻ പറയുന്ന ഒരു ആപത്തും സംഭവിക്കില്ലാന്ന്. ഞങ്ങളെങ്ങാനിപ്പോ ഫ്ലൈ ഓവറിന് താഴെ വീണിരുന്നെങ്കിൽ നേരെ ഞങ്ങൾ മുകളിലേക്ക് പോയിരുന്നേനെ. പക്ഷെ നമ്മള് വീടിലുള്ള സാറേ, ഈ ലക്കി കൈ കൂടെ ഉള്ളപ്പോ ബാഡ് ലക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനത്തെ ഹോട്ടലിലാണ് താമസിക്കാൻ ആഗ്രഹം? 5 സ്റ്റാർ ഹോട്ടലിലാണോ അതോ ലോക്കൽ ഹോട്ടലിലാണോ? ഏതിലാണെങ്കിലും പറഞ്ഞോളൂ സാറേ, ഞാൻ ഏർപ്പാടാക്കി തരാം. ഞങ്ങൾക്ക് ഹോംലി ഫുഡ് തന്നെ മതി. നമ്മള് കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നേ. പൊളിച്ചെടുത്തല്ലോ. ഈ ലക്കി ഗൈഡ് ഭയങ്കര ഉടായിപ്പാണ്. മധുര വാക്കുകളും പറഞ്ഞ് നമ്മൾ അവനെ ഗസ്റ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ? നോ 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 നോ, ഈ ഗസ്റ്റ് ഹൗസ് എന്റേതൊന്നും അല്ല, നമ്മുടെ എല്ലാവരുടെയുമാണ്. നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും കേട്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു അപകടവും സംഭവിക്കില്ല, കാരണം നിങ്ങൾ ലക്കി കൈയുടെ കൂടെ ലക്കി ഹൗസിലാണുള്ളത്. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, ഇനി നിങ്ങൾക്ക് ഡബിൾ ലക്കാ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഓ ലക്കി കൈ, എന്റെ ബ്രോ, എന്റെ ചങ്ക്, ഇതൊക്കെ ഗുഡ് ലക്ക് ആണെങ്കിൽ ബാഡ് ലക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചങ്ക്? ശരി, നമുക്ക് അകത്തേക്ക് പോകാം. ഇനിയും ഇവിടെ നിന്നാൽ ഒരുപാട് ലക്ക് കിട്ടിയെന്നിരിക്കും. പോയിട്ട് നിങ്ങൾ എല്ലാവരും ഫ്രഷ് ആകൂ. ഞാൻ പോയിട്ട് മിസ്റ്റർ മോങ്കിന് ഫോൺ ചെയ്തിട്ട് വന്നേക്കാം. വരൂ. അതാണ് മിസ്റ്റർ മോങ്ലി, നിങ്ങളിപ്പോ ലക്കി ഗൈഡ് കൂടെയാണ്. അതുകൊണ്ട് ലക്ക് നിങ്ങളെ പിന്തുടരുന്നതായിരിക്കും. കണ്ടില്ലേ, മിസ്റ്റർ മോങ്ലിയെ കണ്ടുപിടിയില്ലേ? സാർ, സാറേ, മോട്ടു, പത്ലു, എന്തുണ്ട് വിശേഷം? ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിൽ. ഞങ്ങൾക്കും. ബോസ്, ഇതാ നിങ്ങളുടെ സൂട്ട് കേസ്. ഒരു തവണ കൂടെ ആലോചിച്ചിട്ട് പോരെ ബോസ്? എന്താ സംഭവിച്ചേ? നിങ്ങൾ എവിടേക്കെങ്കിലും പോവാൻ വേണ്ടി നിൽക്കുകയാണോ? പോണമെന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ പോയേ പറ്റൂ. നിങ്ങളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, ഉപ്പ് തിന്നവൻ തന്നെ വെള്ളം കുടിക്കുമെന്ന്? പക്ഷെ ഞാൻ ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കണേ? മിസ്റ്റർ മോങ്, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്താ പറ്റിയത്? എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. നിങ്ങൾക്ക് അയാളെ അറിയാൻ വഴിയില്ല. ഇവിടെ ഡെവിൾ എന്ന പേരിൽ ഒരു വലിയ ഡോൺ ഉണ്ട്. ഞങ്ങൾക്ക് നല്ലോണം നന്നായിട്ട് അറിയാം. ഞങ്ങളൊക്കെ അവനെ കണ്ടിട്ടാ വരുന്നത്. അയാൾ എന്റെ എല്ലാ പ്രോപ്പർട്ടീസ്, ബിസിനസ്, ബാങ്കിന്റെ സർവ്വ ഡോക്യുമെന്റ്സും മോഷ്ടിച്ചുകൊണ്ട് പൊക്കളഞ്ഞു. എന്നെ ഗൺ പോയിന്റിൽ നിർത്തി ഡോക്യുമെന്റ്സ് എല്ലാം സൈൻ ചെയ്ത് വാങ്ങി. ഇന്ന് വരെ എന്റേതായിരുന്നതെല്ലാം ഇനി മുതൽ ഡെവിളിന്റേതായിരിക്കും അത്ര. ഇനി എന്റേതായിട്ട് ഒന്നുമില്ല. ഞാൻ ദരിദ്രനായി കഴിഞ്ഞു. ഇനി ഞാൻ ഹോങ്കോങ് വിട്ട് പോകുന്നതായിരിക്കും നല്ലത്. സർ, മോട്ടു ഫുർഫുരി നഗരത്തിൽ വെച്ച് നിങ്ങളെ ഒരിക്കൽ സഹായിച്ചിട്ടുള്ളതല്ലേ? അദ്ദേഹത്തിന്റെ സഹായം ചോദിച്ചൂടെ? ഇവർ ഒരിക്കൽ കൂടി അങ്ങയുടെ ഡോക്യുമെന്റ്സിന്റെ ബ്രീഫ് കേസ് അവിടെ നിന്നും എടുത്തോണ്ട് വരുന്നതായിരിക്കും. പറഞ്ഞോളൂ, ഞങ്ങൾ എന്താണ് വേണ്ടത് പറഞ്ഞോളൂ. ഇത് ഫുർഫുരി നഗർ അല്ല മോട്ടു, ഇത് ഹോങ്കോങ് ആണ്. മാത്രമല്ല അയാൾ വലിയൊരു ഡോൺ ആണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും. എന്താ സാറേ, ഇവിടുത്തെ പോലീസ് നിങ്ങളെ സഹായിക്കില്ലേ? ഇവിടുത്തെ പോലീസും അയാളുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. അയാളെ അവരൊന്നും ചെയ്യില്ല. സാറേ, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. നിങ്ങൾ ഇത് മാത്രം പറഞ്ഞാൽ മതി, അവൻ എവിടെ ഉണ്ടാവും. പിന്നെയുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കിട്ടിയ വിവരം വെച്ച് അയാൾ ഇന്ന് ബുള്ളറ്റ് ട്രെയിനിൽ ഷെൻസൺ പോവുകയാണ്. അവിടെയാണ് അയാളുടെ സീക്രട്ട് താവളം. മിണ്ടാതിരിക്ക്. നിനക്കൊന്നും മിണ്ടാതിരുന്നു കൂടെ? ഇവര് നല്ലവരായ മനുഷ്യരാ. ഫുർഫുരി നഗറിൽ നിന്ന് ഇവിടെ കറങ്ങാൻ വന്നതാ. നീ ഇവരുടെ ജീവൻ അപകടത്തിലാക്കി അടങ്ങുവോ? മോട്ടു, പത്ലു, പ്ലീസ് നിങ്ങൾ മടങ്ങൂ. എനിക്ക് വിഷമമുണ്ട്. എനിക്ക് നിങ്ങളെ ഹോങ്കോങ് മുഴുവൻ കാണിക്കാൻ പറ്റില്ല. സാറേ, സാർ, എനിക്കറിയില്ല ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുമോ എന്ന്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു സെൽഫി എടുത്ത് പോയിക്കൂടെ സാർ? ഓഹോ ജിയ, നീ എപ്പോഴും സെൽഫിയുടെ പറയാണല്ലോ. എല്ലാവരും വരൂ, വരൂ. കുറച്ച് പിറകിലോട്ട്, കുറച്ച്. ഓക്കേ.
ഓഹോ ജിയ, നിന്റെ ഈ സെൽഫി നിന്നെ കൊണ്ട് ഒരു ദിവസം പോവും. പെട്ടെന്ന് നന്നാവാനുള്ള വഴി നോക്ക്. ബൈ ബൈ മോട്ടു പത്ലു. താങ്ക് യു ഫോർ എവറിഥിങ്. അയാളിന് വരാതിരിക്കോ? ഇതുവരെ കണ്ടൊന്നും ഇല്ലല്ലോ. എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. മോട്ടു, അതാണ് മിസ്റ്റർ ഡോൺ. അവനെ ആളുകൾ മിസ്റ്റർ ഡെവിൾ എന്നാണ് വിളിക്കാറുള്ളത്. അവന്റെ കയ്യിലുള്ള ആ കറുത്ത ബ്രീഫ് കേസ് കണ്ടില്ലേ? ആ, അതിലാണ് മിസ്റ്റർ മോന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഉള്ളത്. മോട്ടു, എനിക്ക് നന്നായിട്ടറിയാം സമൂസ ഇല്ലാതെ നിന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല എന്നുള്ള കാര്യം. ഇതാ, ഈ സമൂസ കഴിക്കൂ. ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ്. എപ്പോഴെങ്കിലും ഇതിന്റെ ആവശ്യം വന്നാലോ? ഒളിച്ചേ. ഇനി കണ്ടോളൂ, അവന്മാരെ ഇടിച്ച് ശരിയാക്കിയിട്ട് ഡോക്യുമെന്റ്സുമായിട്ട് ഞാൻ തിരിച്ചു വന്നോളാം. ഒളിച്ചേ. തുറക്കൂ സിംസിം. മിസ്റ്റർ ഡോൺ, ആ ബ്രീഫ് കേസ് എന്റെ കയ്യിലോട്ട് തരൂ. ഗാർഡ്സ്, അവനെ പിടിക്കേ. എന്നാ പിന്നെ നിനക്ക് അതെ, നിങ്ങൾ ഹോങ്കോങ്ങിലെ ചാമ്പ്യന്മാരാണെങ്കിൽ ഞാനും ഫുർഫുറി നഗരത്തിലെ ചാമ്പ്യൻ തന്നെയാണ്. യെസ്. ഗാർഡ്, വേഗം അവനെ പിടിക്കേ. അവൻ ബ്രീഫ് കേസ് കൊണ്ടുപോകുന്നു. അവനെ പിടിക്കേ. യെസ്. ഹലോ, ഇങ്ങോട്ട് നോക്ക്. വഴക്ക് കൂടുകയാണോ അതോ കബഡി കളിക്കുകയാണോ? ബാഗ് മേടിക്കണോ പെട്ടെന്ന്? ശരി, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യാം. പറ്റുന്നില്ല. മോട്ടു, നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? കുഴപ്പമില്ല. എല്ലാം മുകളിലുള്ളവന്റെ കരുണ. ഇതെന്റെ ലക്ക് കാരണം ഉണ്ടായതാണ്. ലക്കിക എവിടെ ഉണ്ടെങ്കിലും ആൾക്കാർ ഇതും സന്തോഷിച്ചുകൊണ്ട് ഇരിക്കും. എന്റെ അമ്മോ, ഞാനിവിടെ ഫയർ ചെയ്തില്ലല്ലോ. ഫയർ ചെയ്യാതെ മരത്തിന് ഇളനീര് വീഴുന്നത് വളരെ അത്ഭുതം തന്നെ.
വാവ് മോട്ടു, നീയൊരു വലിയ കാര്യമാണ് ചെയ്തത്. ഞാനിത് മിസ്റ്റർ മോന് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോയിക്കോളൂ. കാരണം ഡെവിളിന്റെ എല്ലാ ആൾക്കാരും പോലീസും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. സാഹചര്യങ്ങളൊക്കെ ഒന്ന് തണുത്തു കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വന്നാൽ മതി. എന്നിട്ട് എന്റെ ബോസിന്റെ കൂടെ നിൽക്കാം. നമുക്ക് അന്നേരം ഒരുപാട് സെൽഫി എടുക്കണം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. നഗരത്തിൽ തുടർച്ചയായി കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ജനജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഇനിയും തുടർച്ചയായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. പൊളിച്ചെടുത്തല്ലോ. എനിക്കെന്തോ ആകെ പേടിയായിട്ട് വയ്യ. ആ ഡെവിളിന്റെ ആൾക്കാരെങ്ങാനും നമ്മളെ കണ്ടു കഴിഞ്ഞാ പിന്നെ പൊളിച്ചെടുത്തല്ലോ. ആരെങ്കിലും ഒന്ന് താഴേക്കിറക്ക്. കണ്ടില്ലേ, ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. ഇത് ലക്കികയുടെ ഭാഗ്യമാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. ഹോങ്കോങ്ങിലെ പ്രസിദ്ധനായ ബിസിനസ്മാനും മാന്യനുമായ മിസ്റ്റർ ഡോണിനെ കുറച്ച് ഗുണ്ടകൾ കൊള്ളയടിച്ചു. അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ രേഖകളും അവർ മോഷ്ടിച്ചിരിക്കുന്നു. മിസ്റ്റർ ഡോൺ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഹോങ്കോങ്ങിൽ ചെയ്യുന്നുണ്ട്. ഒരാൾ പോലും ഹോങ്കോങ്ങിൽ ദരിദ്രനായി ഇരിക്കരുതെന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. ഹോങ്കോങ്ങിനെ കുറ്റവിമുക്തമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഇവര് ഡെവിളിനെ കുറിച്ച് നല്ലതാണല്ലോ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ചാനല് മിസ്റ്റർ ഡെവിളിന്റെ തന്നെ ആയിരിക്കണം. നോ 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 മിസ്റ്റർ ഡെവിൾ ഇതല്ല, ഇത് മിസ്റ്റർ ഡോങ്ലിയാണ്. വളരെ നല്ല മനുഷ്യനാ. ഈ പാവത്തിന്റെ എല്ലാം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഡെവിളിന്റെ പണിയായിരിക്കും. അപ്പം മിസ്റ്റർ ഡെവിൾ എന്ന് പറഞ്ഞ ആരാ? എല്ലാവരും കരുതുന്നത് ഈ പ്രവൃത്തി മിസ്റ്റർ ഡെവിളിന്റെ ആണെന്നാണ്. മിസ്റ്റർ ഡെവിൾ, അതായത് മിസ്റ്റർ മോങ്കിന്റെ. ഇതാണ് മിസ്റ്റർ ഡെവിൽ. അപകടം പിടിച്ച മനുഷ്യനാ. അയാളുടെ കയ്യില് ഒരു ടൈഗർ പെറ്റുണ്ട്. മിസ്റ്റർ ഡോൺ ഡെവിളിനെ പേടിച്ച് ഒളിവിൽ പോയിരിക്കുകയാണ്. ആർക്കും അറിയില്ല അദ്ദേഹം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന്. ഡെവിൾ അദ്ദേഹത്തെ തീർത്തു കളയുമോ എന്ന ഭയത്തിലാണ് അദ്ദേഹം. ഇപ്പോൾ ഡെവിൾ ഈ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ആരോ ഇദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ എടുത്തയച്ചതാണ്. ഇയാളെ കാണാനല്ലേ നമ്മൾ മുമ്പേ പോയത്. താടി ഉള്ളത് കൊണ്ട് എനിക്ക് അയാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മോട്ടു പതലു, നിങ്ങൾ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? നോ 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 നോ. ചതി, ഇത്രയും വലിയ ചതി. മോഗ്ലി, ഡെവിൾ എവിടെ? മുന്നിലേക്ക് വാ. നിന്റെ ശരിക്കുള്ള മുഖം ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. മുന്നിലേക്ക് വരൂ ഡെവിൾ. പൊളിച്ചെടുത്തല്ലോ. Tiger, stop! Tiger, അകത്ത് പോകും. ഓ, അപ്പൊ നിങ്ങൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി. കഷ്ടമായി പോയി. നിങ്ങൾ വാസ്തവം മനസ്സിലാക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇനി ഇപ്പൊ മനസ്സിലായ സ്ഥിതിക്ക് ഈ ഒരു ഗെറ്റപ്പിന്റെ ഒരു ആവശ്യമില്ല. എന്തിന്? നീ എന്തിനായിരുന്നു ഞങ്ങളെ കൊണ്ട് ആ തെറ്റ് ചെയ്യിപ്പിച്ചത്? മിസ്റ്റർ ഡോൺ, നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് തന്നെ അതങ്ങ് ചെയ്യിപ്പിച്ചൂടായിരുന്നോ? അറിയാം. ഞാൻ തുടക്കത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ ഫുർഫുരി നഗറിൽ എന്തിനാ വന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ എന്റെ മേലെ മിസ്റ്റർ ഡോൺ കാരണം പോലീസിന്റെയും ഗവൺമെന്റിന്റെയും പ്രഷർ വർദ്ധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന്. അവിടുത്തെ ആളുകൾ വിഡ്ഢികളുമായിരിക്കണം, ദുർബലരുമായിരിക്കണം. അപ്പൊ എനിക്ക് അവിടെ എന്റെ താവളം നിർമ്മിക്കാൻ കഴിയും. എന്നിട്ട് അവിടെ ഇരുന്ന് ഈ ലോകം മുഴുവൻ ഭരിക്കാനും കഴിയും. ഇനി നിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഞാൻ ഈ ജോലി നിന്നെ കൊണ്ട് എന്തിനാ ചെയ്യിച്ചെന്ന്? ഉത്തരം വളരെ സിമ്പിൾ. നിന്റെ ഏറ്റുമുട്ടുന്ന രീതി വളരെ വ്യത്യസ്തമാണ് ആൻഡ് വെരി ഓർത്തഡോക്സ്. അതാണ് ഒരു സർപ്രൈസ് വെപ്പൺ. അതിനുവേണ്ടി ഡോണിന്റെ ആൾക്കാര് ഒരിക്കലും റെഡിയല്ലായിരുന്നു. ആ പാവം വിഡ്ഢികൾക്ക് കൺവെൻഷണൽ ഫൈറ്റിംഗ് അല്ലേ അറിയൂ. അതും പോരാതെ എന്റെ എല്ലാ ആൾക്കാരെയും അവര് തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ഈ ജോലി ചെയ്യാനായിട്ട് ഒരു പുതിയ ആള് തന്നെ വേണമായിരുന്നു.
ഇനി നിന്നേക്കാളും ബെറ്റർ ആയിട്ട് വേറെ ആരാണുള്ളത്? അതുകൊണ്ട് തന്നെയാണ് നിന്നെ തന്നെ ഞാൻ വിഡ്ഢിയാക്കിയത്. നിന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല, ബുദ്ധിയുള്ളവന്മാരാണ്. മനസ്സിൽ നന്മകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊക്കെ അത് മുതലെടുത്ത് ഞങ്ങളെ വിഡ്ഢികളാക്കി അല്ലേ? നിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം, ഓക്കെ, ഫുർഫുറി നഗറിലെ ജനങ്ങൾ ഭീരുക്കളല്ല, മറിച്ച് ധൈര്യശാലികളാണ്. അത് ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് തെളിയിച്ച് കാണിച്ചു തരാം, കേട്ടോ? മിസ്റ്റർ ഡെവിൾ, ഞാൻ നിനക്ക് തന്ന ആ ബാഗ് ഉണ്ടല്ലോ, അത് ഞാൻ തന്നെ നിന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തിരിക്കും, ഓക്കേ? എനിക്ക് ഇഷ്ടമായി, കേട്ടിട്ട് വളരെ ഇഷ്ടമായി. അവനവൻ തന്നെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിച്ചു തീർക്കും. കൊള്ളാം. എനിക്കിവിടെ എന്റെ കർമ്മഫലമല്ല പ്രശ്നം, എനിക്ക് എന്റെ ചുറ്റിനും പവറാണ് വേണ്ടത്. അപ്പോ ആർക്കും എന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ല. വാ, നീയും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. Boys, yeah. പൊളിച്ചെടുത്തല്ലോ. ഇത് മനുഷ്യനാണോ അതോ വല്ല മൃഗമാണോ? എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? ഞാൻ കാണിച്ചു തരാം. സാറേ, അവരെ വെറുതെ വിടണം സാറേ. ഇനി ഒരിക്കലും അവരെ കൊണ്ട് വരില്ല സാറേ. നോ 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 നോ, അവരെ വെറുതെ വിടണം സാറേ. അവർ നല്ല ആൾക്കാരാ, വിട്ടേക്ക് സാറേ പ്ലീസ്. ഞാൻ ഇവരെ എത്രയും പെട്ടെന്ന് ഫുർഫുറി നഗരത്തിലേക്ക് അയച്ചേക്കാം സാറേ. ഓക്കെ, ഒരു അവസരം കൂടെ തരാം. ഇവരെ വീണ്ടും ഹോങ്കോങ്ങിൽ കണ്ടാൽ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ബോയ്സ്, ഓക്കെ 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 സാറേ, താങ്ക് യു. ഒന്ന് വേഗം എണീറ്റ് വാ. അയാളുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് എണീക്ക്. മിസ്റ്റർ ഡെവിൾ, ഞാനിപ്പോ പോണു, പക്ഷെ തീർച്ചയായിട്ടും തിരിച്ചു വരും. എന്നിട്ട് ആ ബ്രീഫ് കേസ് നിന്റെ അടുത്തുനിന്ന് എടുത്ത ഡോണിന് ഞാൻ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇത് ഫുർഫുറി നഗരത്തിലെ മോട്ടുവിന്റെ വാക്കാണ്. ഞാൻ കാത്തിരിക്കും മിസ്റ്റർ മോട്ടു, ഞാൻ തീർച്ചയായിട്ടും കാത്തിരിക്കും. ഇല്ല ഇല്ല, ഞാൻ ഫുർഫുറി നഗരത്തിലേക്ക് തിരിച്ചു പോവില്ല, ഒരിക്കലും പോവില്ല. എന്ന് ഞാൻ മിസ്റ്റർ ഡോണിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ തിരിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുവോ അന്നേ തിരിച്ചു പോവുള്ളൂ. ഓഹോ, ഭയങ്കര വാശിയാണല്ലോ. ശരി, നിനക്ക് അവരോട് ഏറ്റുമുട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് എടുത്തിട്ട് പൊയ്ക്കൂടെ? അവരോട് ഏറ്റുമുട്ടാനുള്ള ട്രെയിനിങ് ബോൾഡസ്റ്റ് മാസ്റ്ററിന് മാത്രമേ തരാൻ കഴിയത്തുള്ളൂ. ബോൺലെസ് മാസ്റ്റർ? പൊളിച്ചെടുത്തല്ലോ. ബോൺലെസ് ചിക്കൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്താണ് ഈ ബോൺലെസ് മാസ്റ്റർ? അതെ, അദ്ദേഹം ഹോങ്കോങ്ങിലെ ഹൈഗസ്റ്റ് മൗണ്ടനായ തായ്ബു ഷായിലാണ് ഉള്ളത്. പക്ഷേ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല. എന്റെ പേരിൽ മാത്രമേ ലക്കിന്നുള്ളൂ. ജീവിതത്തിൽ ഞാൻ ശരിക്കും വൺലക്കിയാണ്. ആരൊക്കെ എന്റെ കൂടെ വന്നോ അവരുടെ ജീവിതം മൊത്തം ദുരിതമായിരിക്കും. നോ 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 നോ, കണ്ടില്ലേ നിങ്ങൾ എന്നെ കണ്ടുമുട്ടിയതിനു ശേഷം എന്തൊക്കെ അപകടമാ സംഭവിച്ചത്. നോ 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 നോ. അതേ, ലക്കിയും അൺലക്കിയും ഒക്കെ നമ്മുടെ മനസ്സിന്റെ തോന്നലുകളാണ്. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? നിന്റെ ഭാഗ്യം കൊണ്ടാ ഞങ്ങൾ രക്ഷപ്പെട്ടതെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ തീർച്ചയായിട്ടും കൊണ്ടുപോകും. വരൂ, ഞങ്ങളുടെ കൂടെ തന്നെ വരൂ. താങ്ക് യു മോട്ടു, താങ്ക് യു. നീ എന്റെ നല്ലൊരു സുഹൃത്ത് തന്നെയാ. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ.
കണ്ടില്ലേ, നീ ഉള്ളത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്തേലൊക്കെ സംഭവിച്ചേനെ. യു ലക്കി മാൻ. നിന്നെ ഞങ്ങൾ ഒരിക്കലും എവിടേക്കും ഒറ്റയ്ക്ക് വിടില്ല, ഒരിക്കലും വിടില്ല. അദ്ദേഹത്തെ ബോൺലെസ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്തിനടുത്തറിയാമോ? റബ്ബർ പോലെ അയാളുടെ ശരീരം നല്ല ഫ്ലെക്സിബിളാ. കണ്ടാൽ തോന്നും ശരീരത്തില് എല്ലൊന്നും ഇല്ലെന്ന്. വളരെ കുറച്ച് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാറുള്ളൂ. നിനക്ക് ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നീ ശരിക്കും ഒരു ഭാഗ്യവാനായിരിക്കണേ. ഹൈ ചേട്ടാ, നല്ല ചൂടുള്ള സമൂസകൾ ഉണ്ടെങ്കിൽ വേഗം എടുത്തോളൂ. സോറി ജെന്റിൽമാൻ, സമോസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ വെറും കാലി ചായ മാത്രമേ കിട്ടുള്ളൂ. എങ്കിൽ ശരി, ചായ തന്നോളൂ. എങ്കിൽ ഇരുന്നോളൂ, ഇതാ തന്നു. താങ്ക് യു. ഇതെന്ത് കളിയാ? ഇത് കണ്ണിൽ തുണി കെട്ടി ഫുട്ബോൾ കളിക്കുന്നതാണ്. ഇതിന് ബ്ലൈൻഡ് ബോൾ എന്നാ പറയുന്നത്. ഫുട്ബോളിൽ മണി കെട്ടി അതിന്റെ ശബ്ദം കേട്ടാണ് അവർ കളിക്കുന്നത്. ഇതൊരു ബുദ്ധിമുട്ടുള്ള ഗെയിമാണ്. അതെ, നിങ്ങൾ പുതിയ ആൾക്കാരാണോ? ഇവിടെ എന്താ ചെയ്യണേ? ഞാൻ ബോൺലെസ് മാസ്റ്ററിന്റെ അടുത്ത് ഗുംഫു പഠിക്കാൻ വന്നതാ. ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചു നോക്കി, പക്ഷെ മാസ്റ്റർ ഇതുവരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഇനി നിങ്ങളെ പോലുള്ള ആൾക്കാരെ എങ്ങനെ പഠിപ്പിക്കാനാ? തുടക്കത്തിൽ തന്നെ നശിപ്പിച്ചല്ലോ. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ആ സ്റ്റെപ്പുകൾ കണ്ടില്ലേ? കുംഫു സ്കൂളിലേക്ക് എത്തണമെങ്കിൽ ഇതുപോലത്തെ സ്റ്റെപ്പുകൾ കേറണം ചങ്കേ, അറിയാമോ? ചെല്ല്, കയറി തുടങ്ങിക്കോ. ഞങ്ങൾ അപ്പോഴേക്കും ചായയും കുടിച്ചിട്ടങ്ങ് വന്നേക്കാം. ഞാൻ മാസ്റ്ററിന്റെ അടുത്ത് കുംഫു പഠിക്കാൻ തന്നെയാണ് പോകുന്നത്, കണ്ടോളൂ. സർബത്തിന്റെ കൂടെ സമൂസയും കഴിച്ചിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. ആ ക്ഷീണമൊക്കെ എനിക്കും തോന്നുന്നുണ്ട്. മുകളിലേക്ക് പോയിട്ട് രസഗുല്ല കഴിച്ചില്ലെങ്കിൽ എന്റെ ഷുഗർ കുറഞ്ഞു പോണ്ടാ. ഇത്ര ഇഡ്ഡലി കഴിച്ചിട്ടും ശക്തി മുഴുവനും കുറഞ്ഞു പോയി. ചട്ടിനിയാണ് സത്യം. നിങ്ങളൊക്കെ എങ്ങനെയാ ആദ്യം ഇങ്ങ് എത്തിയത്? ഓ, മുകളിലേക്ക് വരാൻ വണ്ടി വരുന്ന വഴിയുണ്ടായിരുന്നു. ഞങ്ങള് അതിലെയാ വന്നത്. നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് സ്റ്റെപ്പ് വഴി കയറിയത്. എനിക്കൊന്നും അറിയില്ലായിരുന്നേ. എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്നെ അത് കണ്ടോ, അതാണ് ബോൺലെസ് മാസ്റ്ററുടെ വീട്. വരൂ.
നമുക്ക് ബോൺലെസ് മാഷിന്റെ അടുത്ത് പറയാലോ ഞാനൊരു ഹിം നരേഷിന്റെ സ്റ്റുഡന്റ് ആണെന്ന്. അത് കേട്ട ഉടനെ മാഷിന് സന്തോഷമായി ഇതിന് സമ്മതിക്കുകയും ചെയ്യും. ഹോയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അങ്ങനെ ഒന്നും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ബോൺലെസ് മാസ്റ്ററെ പോലുള്ള ആൾക്കാർക്ക് ആരുടെയും റെക്കമെൻഡേഷൻ ഇഷ്ടമായിരിക്കില്ല, അതറിയാമോ? അവര് കാൻഡിഡേറ്റ്സിന്റെ കഴിവ് നോക്കി മാത്രമേ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ ചങ്കേ. വലിയേട്ടാ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും. നമ്മളതൊന്നും പറയാൻ പാടില്ല. അതാ ചേട്ടാ, എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ്ഡ്. ഞാൻ ഉദ്ദേശിച്ചത് മാസ്റ്റർ വീട്ടിലുണ്ടോ? ഞങ്ങൾക്ക് ഒന്ന് കാണണമായിരുന്നു. ഹലോ, ഐ എം കാങ്. എന്റെ പേര് ജി കാങ് എന്നാണ്. നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, എനിക്ക് മലയാളം കുറച്ച് അറിയൂ. പൊളിച്ചടുത്തല്ലോ, ഇയാള് സംസാരിക്കുന്ന മലയാളം മുഴുവൻ തെറ്റാണ്. എന്നിട്ടാണോ പറയണ കുറച്ച് അറിയാമെന്ന്? അയാൾ ഉദ്ദേശിച്ചത് അയാൾക്ക് ശരിക്കും മലയാളം അറിയില്ലെന്നാ. അതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ മലയാളം ഞങ്ങൾ ശരിയാക്കി തരാം. ഓഹോ, എന്റെ ഇംഗ്ലീഷ് ഗുഡ്, പക്ഷെ മലയാളം അറിയില്ല, ഒട്ടും അറിയില്ല. നിങ്ങൾ എന്റെ മലയാളം പഠിക്കുമോ? നീ ഇങ്ങനെ അരിയുടെ കാര്യമൊക്കെ പറയുമ്പോ എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. അല്ലെങ്കിൽ തന്നെ വിശന്നിട്ട് വയ്യ. എന്റെ മോട്ടു, നീ ഒന്ന് അടങ്ങിയിരിക്കേ. ഓക്കെ, ഞങ്ങൾ പഠിപ്പിച്ചോളാം. ആദ്യം മാസ്റ്റർ ജിയെ ഒന്ന് വിളിക്കാമോ? ഓക്കെ, ഇപ്പൊ വിളിക്കാം. മാസ്റ്റർ! ആരാണ് നിങ്ങൾ? എന്തിനാണ് വന്നത്? എനിക്ക് അവന്റെ അടുത്ത് പകരം ചോദിച്ചേ പറ്റൂ. എനിക്ക് അവനെ ഇടിച്ചിടിച്ച് ജയിലിൽ കൊണ്ടുപോയിടണം. അവന്റെ അഹങ്കാരം എനിക്ക് അവസാനിപ്പിക്കണം. വെറുതെ വിടൂല, ഞാൻ അവനെ വെറുതെ വിടൂല. എന്നോട് അവൻ ക്ഷമിക്കാൻ പറ്റാത്ത ചതിയാണ് കാണിച്ചത്. തന്റെ ട്രെയിനിങ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഇനി വേണ? നിന്റെ കോപം ശാന്തമായോ? ശരീരം മുഴുവനും ശാന്തമായിരിക്കുന്നു. ദേഷ്യത്തിന് പിന്നെ എവിടെയാണ് സ്ഥലം? യെസ്, മനസ്സിനെ ശാന്തമായി വെക്കേണ്ടത് അത്യാവശ്യമാണ്. കുങ്ഫുവിൽ കോപത്തിന് യാതൊരു സ്ഥാനവുമില്ല. അത് ചെയ്യേണ്ടത് ആത്മവിശ്വാസത്തോടെയാണ്, ഫോക്കസ് ആൻഡ് ഫെയ്ത്തോടുകൂടി. എന്റെ ആദ്യത്തെ ഗുരു ഹിം നരേഷും ഇത് തന്നെയാണ് പറഞ്ഞത് എന്നോട്. നീ നരേഷിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും തല്ലുകൊള്ളേണ്ട കാര്യമുണ്ടായിരുന്നു. ഹിം നരേഷ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സാറേ, ഒരു മിനിറ്റ്, എനിക്ക് ഡോക്ടർ ജഡ്കേന്റെ അടുത്തൊരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. വലിയേട്ടാ, എന്റെ കൂടെ ഒരു മിനിറ്റ് ഒന്ന് സൈഡിലേക്ക് വരാമോ? ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് എങ്ങനെ അറിയാന് ജങ്ക, ഇയാൾക്ക് ഹിം നരേഷിനെയൊക്കെ അറിയാമെന്ന്? സാർ, ഡോക്ടർ ജഡ്കേന്റെ അടുത്ത് കുറച്ച് പേഴ്സണൽ കാര്യം പറയാനുണ്ടായിരുന്നു. സോറി. വരൂ ചിക്കൻ ചേട്ടാ, വരൂ. മോട്ടുജി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എന്താ പറയാ, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്ത് പഴഞ്ചൊല്ല്? ഒരു സൈസ് പഴഞ്ചൊല്ല്. പൊളിച്ചടുത്തല്ലോ, അത് തന്നെയാണ് ഞങ്ങളും ചോദിച്ചത്, എന്ത് ചൊല്ലാണെന്ന്. സോറി, പഴഞ്ചൊല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വെൽക്കം. ഓ, നിങ്ങൾ പറഞ്ഞു വന്നതിന്റെ അർത്ഥം സ്വാഗതം എന്നാണോ?
വെൽക്കമിനെ സ്വാഗതം എന്നും പറയും. സ്വാഗതം. നിക്ക് ആദ്യം മാസ്റ്റർ ഭക്ഷണത്തിൽ തുപ്പണം, പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റൂ. പൊളിച്ചെടുത്തല്ലോ. മാസ്റ്റർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ ഭക്ഷണത്തിൽ തുപ്പി വെക്കേ. എങ്ങനെ തുപ്പി വെക്കും? ആ ഭക്ഷണം പിന്നെ ഞങ്ങൾ എങ്ങനെയാ കഴിക്കുക? മാസ്റ്റർ തുപ്പി കഴിഞ്ഞ ശേഷമേ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മാസ്റ്റർ കിക്ക് യു ഔട്ട്. നിങ്ങൾ അവൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കണ്ട. അവൻ പറഞ്ഞതിനർത്ഥം ഞാൻ കഴിക്കുന്നതിന് മുമ്പായി ആരും തന്നെ കഴിക്കാൻ പാടില്ല എന്നാണ്. ഈ ആഹാര സാധനങ്ങൾ മണത്തു നോക്കിയിട്ട് അതിന്റെ രുചി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീടാണ് ആഹാരം കഴിക്കുന്നത്. സ്മെൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവന് രണ്ടാമതും ആഹാരം തയ്യാറാക്കണം. സോറി, എനിക്ക് മലയാളം കുറച്ച് അറിയൂ. എന്റെ അമ്മോ, നിനക്ക് മലയാളം കുറച്ച് അറിയുമെന്നല്ല, നിനക്ക് ഒട്ടും സംസാരിക്കാൻ അറിയില്ല. അല്പനേരം ഇവനോട് സംസാരിച്ചാൽ നമ്മളും നമ്മുടെ മലയാളം മറന്നു പോകും. എന്റെ അമ്മോ. നല്ല രസമായിരുന്നു. പത്ലു കണ്ടില്ലേ, വെള്ളം നിറയ്ക്കുന്ന എക്സസൈസ് ഇവിടെയും ചെയ്യണം. മോട്ടുവിന്റെ ചങ്ക എന്റെ ബ്രോ, മാസ്റ്റർ വരുന്നതിന് മുമ്പ് നീ ആ ബക്കറ്റൊക്കെ ഒന്ന് നിറച്ചു വെക്ക എന്റെ ചങ്കേ. എല്ലാ കുംഫു ട്രെയിനിങ്ങിന്റെ തുടക്കവും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചങ്കേ. ഇതെന്താ ചെയ്യുന്നത്? സാറേ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കുക. കുംഫു ട്രെയിനിങ് ആവുമ്പം ആദ്യം ഞാൻ ഇത് തന്നെയല്ലേ ചെയ്യേണ്ടത്, അല്ലേ സാറേ? ആരാ പറഞ്ഞത്? അത് പിന്നെ ഡോക്ടർ ജഡ്കെയാ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നോക്ക്, ഈ ബക്കറ്റിൽ ഞങ്ങള് വെള്ളം ഇങ്ങനെയാ നിറയ്ക്കുന്നേ. ഈ വെള്ളം സ്റ്റെപ്പുകൾ കഴുകാനുള്ളതാണ്. പൊളിച്ചെടുത്തല്ലോ. ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് നിങ്ങൾ സ്റ്റെപ്സ് കഴുകാൻ പോവാണെന്നോ? പൈപ്പ് വെച്ച് കഴുകിയാ പോരെ? എന്തിനാ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ സ്റ്റെപ്സ് കഴുകണേ? എനിക്ക് മലയാളം കുറച്ചേ അറിയൂ, നിങ്ങൾ തന്നെ മനസ്സിലാക്ക്. പിന്നെ സ്റ്റെപ്പുകളിൽ വെള്ളം ഒഴിക്കാറില്ല, അത് സ്വയം ഇവിടെ വന്ന് കുളിക്കാറാ പതിവ്. സീതാറാമ, അദ്ദേഹം ഉദ്ദേശിച്ചത് കിളികൾക്കെന്നാണ്. അവന്റെ മലയാളം അത്ര ശരിയല്ല. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾ വിഷമത്തിലാകും. മോട്ടു, നീ ബേസിക് ട്രെയിനിൽ പഠിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും നിനക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എങ്കിലേ നിനക്ക് സൂപ്പർ അഡ്വാൻസ്ഡ് കുങ്ഫു പഠിക്കാൻ പറ്റും. ശരി മാസ്റ്റർ. എങ്കിൽ പറയൂ മോട്ടു, മൈൻഡ് ആൻഡ് ബോഡി എത്ര തരത്തിലുണ്ട്? 2 എണ്ണം. തെറ്റ്. സാധാരണ മനുഷ്യർക്ക് ഇത് 2 ഉള്ളൂ. പക്ഷെ ഇന്നു മുതൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 2 ഒന്നായിരിക്കണം. മനസ്സ് എന്ത് ചിന്തിക്കുന്നുവോ അത് ശരീരം ഉടനെ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കണം. അപ്പോഴേ അത് 2 ഒന്നാകൂ. ഇനി അഥവാ മനസ്സ് ചിന്തിക്കുന്നതല്ല ശരീരം പ്രവർത്തിക്കുന്നതെങ്കിൽ 2 തന്നെയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ മനസ്സും ശരീരവും ഒന്നാക്കാനുള്ള ട്രെയിനിങ് നമ്മൾ തുടങ്ങാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശരി മാസ്റ്റർ.
ഇനി നിനക്ക് ഈ ചെളിയിലൂടെ ഓടിക്കടക്കേണ്ടതായിട്ടുണ്ട്. ഓർമ്മിക്ക്, നിന്റെ ശരീരം വളരെ ഭാരം കുറഞ്ഞതാണ്. എന്നിട്ട് ഓട്. പൊളിച്ചെടുത്തല്ലോ. ചെളിയിൽ ഓടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ദാ കണ്ടോളൂ. ചളിയുടെ മുകളിൽ കൂടിയാണ് നടക്കേണ്ടത്, അല്ലാതെ ചളിയിൽ കൂടിയല്ല. പൊളിച്ചെടുത്തല്ലോ. ഇതത്ര എളുപ്പമുള്ള കാര്യല്ലേട്ടോ. ഇന്നാ പിടി സോപ്പും വെള്ളവും. എവിടെയാണ്? ഇതിനെ മഡ് സ്കേറ്റിംഗ് എന്നും പറയും. അതായത് മഡിന്റെ പുറത്ത് സ്കേറ്റ് ചെയ്യുക. എങ്കിൽ ശരി, ശ്രമിച്ചു നോക്ക്. ഒരു കാര്യം തീർച്ചയായും ഓർക്കണം, നിന്റെ ശരീരത്തിന് ഒട്ടും തന്നെ ഭാരമില്ല എന്ന്. ഇനി ഇത് നിനക്ക് ചെയ്യാൻ സാധിക്കുമെന്നും. തുടങ്ങിക്കോ. ഓക്കെ മാസ്റ്റർ, ഞാൻ തുടങ്ങുകയാണ്. എന്റെ ശരീരം കാറ്റ് പോലെ ആയിരിക്കുന്നു. ഒരു കടലാസ് പോലെയാണ് ഇപ്പോൾ എന്റെ ശരീരം. പത്ലു കാണൂ, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്നു. എന്റെ മൈൻഡും ബോഡിയും ഇപ്പോൾ ഒന്നാണ്. ഞാൻ ചതുപ്പിലൂടെ എത്ര എളുപ്പത്തിലാണ് സ്കാറ്റിംഗ് ചെയ്യുന്നതെന്ന് കണ്ടില്ലേ? പൊളിച്ചേ പൊളിച്ചേ. മോട്ടു താഴേക്ക് നോക്ക്. പ്രാക്ടീസ് ചെയ്യേ. മനസ്സും ശരീരവും നന്നായി തുറന്നു വെച്ച് പരിശ്രമിക്കുക. കണ്ണടച്ചു പിടിച്ചാൽ നിനക്ക് ലോകത്തെ സൗന്ദര്യങ്ങളൊന്നും കാണാൻ പറ്റാതാകും. ഞാൻ കേൾക്കേണ്ടായി മോട്ടു ബോൺലെസ് മാസ്റ്ററിന്റെ അടുത്ത് ട്രെയിനിങ് എടുക്കുകയാണെന്ന്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്നോണ്ട് എന്ത് ചെയ്യാ? ഓ, നിങ്ങളും പ്രാക്ടീസ് ചെയ്യേ. ഓക്കെ ബോസ്. ബോസ്, ഞങ്ങൾക്ക് ഇത് തുറക്കാൻ പറ്റണില്ല. എന്ത്? നിങ്ങൾക്ക് ഇതുവരെ ഒരു ബ്രീഫ് കേസ് പോലും തുറക്കാൻ പറ്റിയില്ലേ? ഒരു കാര്യത്തിന് പോലും നിങ്ങളെ കൊള്ളില്ല. ബോസ്, ഇത് മിസ്റ്റർ ഡോണിന്റെ ഫിംഗർ പ്രിന്റ്സ് കൊണ്ട് മാത്രമേ തുറക്കാൻ പറ്റൂ. ഇനിയിപ്പോ നമ്മൾ ബലം പ്രയോഗിച്ച് ഈ ലോക്ക് തുറക്കാന്ന് വെച്ചാൽ ഇത് പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. പിന്നെ ഇതിനകത്തുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ ഡോങ് ലിയെ ഉടനെ കൊണ്ടുപോവാ. അയാൾ ആ മോട്ടു പത്ലുവിന്റെ കൂടെ ഉണ്ടോന്ന് ആദ്യം അന്വേഷിക്ക്.
വെൽക്കം മിസ്റ്റർ ഡോങ്, വെൽക്കം. നിങ്ങളെ കൊണ്ട് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. ഈ ബാഗ് ഒന്ന് തുറക്കണം. ഞാൻ ഈ ബ്രീഫ് കേസിന്റെ പാസ്വേഡ് ഒരിക്കലും നിനക്ക് പറഞ്ഞു തരില്ല. ദുഷ്ടലാക്കോട് കൂടിയുള്ള നിന്റെ ഈ പ്രവർത്തനം ഒരിക്കലും വിജയിക്കാൻ സമ്മതിക്കില്ല മിസ്റ്റർ മോങ്ക്ലി. അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തീർച്ചയായിട്ടും അനുഭവിക്കും. അതായത് ഇയാളെ ലാങ്ടോ ഐലൻഡിലേക്ക് കൊണ്ടുപോകൂ. പിടിക്കാളെ. മാസ്റ്റർ, ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? എങ്ങനെയാണ് ചെയ്തത്? ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ ആണ്. മനസ്സ് ഏത് പ്രകാരത്തിൽ ചിന്തിക്കുന്നുവോ അപ്രകാരം തന്നെ ശരീരം പ്രവർത്തിക്കുന്നു. രണ്ടാമതൊന്നും ആലോചിക്കാതെ. മാസ്റ്റർ സാറ്, എനിക്കും ഇത് പഠിപ്പിച്ചു തരുമോ പ്ലീസ്? ഇത് പഠിച്ചെടുക്കാൻ വർഷങ്ങൾ തന്നെ വേണ്ടിവരും. അതിനു മാത്രമുള്ള സമയം നിന്റെ കയ്യിലില്ല മോട്ടു. നീ പഠിച്ചതൊക്കെയും തന്നെ നിന്റെ ഉദ്ദേശം നിറവേറ്റാൻ സഹായിക്കുന്നതാണ്. മനസ്സ് ഏത് പ്രകാരത്തിൽ ചിന്തിക്കുന്നുവോ അപ്രകാരം തന്നെ ശരീരം പ്രവർത്തിക്കുന്നു. ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ ആണ്. മനസ്സ് ഏത് പ്രകാരത്തിൽ ചിന്തിക്കുന്നുവോ അപ്രകാരം തന്നെ ശരീരം പ്രവർത്തിക്കുന്നു. ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ ആണ്. പതുലു, മോട്ടുവിന്റെ കൈ പിടിക്ക.
സബാഷ് മോട്ടു, നീ എന്റെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആണ്. ഇതുപോലൊരു സ്റ്റുഡന്റിനെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി പ്രാക്ടീസ് ചെയ്യാനുണ്ട്. വൈകുന്നേരം വരെ ഇതുപോലെ തന്നെ നിൽക്കണം. ഹോയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഇനി എത്ര വേദനകൾ കൂടി സഹിക്കും? എനിക്കിതൊന്നും കണ്ടു നിൽക്കാനാവില്ല ചങ്കേ. ഓ ഡോണ്ട് വറി ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഇത് കണ്ട മോട്ടു എത്ര വേഗമാണ് എല്ലാം പഠിച്ചെടുത്തതെന്ന്. കാലങ്ങോട്ട് എടുത്തിട്ട് വെക്ക്. മോട്ടു, എന്ത് പറ്റി ബദലു? നീ ബോൺലെസ് മോട്ടു ആയി മാറിയിരിക്കുക. മോട്ടു, ആശംസകൾ. നിന്റെ ട്രെയിനിങ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെയൊക്കെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ഹോങ്കോങ്ങിൽ വരുമ്പോഴൊക്കെ എന്നെ കാണാൻ തീർച്ചയായും വരണം. നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ മേളിലോട്ട് അയക്കും. പേടിക്കണ്ട, ഞാൻ കൊല്ലൊന്നും അല്ലല്ലോ. മുകളിലേക്കല്ലേ ഞാൻ അയക്കണേ. പൊളിച്ചെടുത്തല്ലോ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ മുകളിലേക്ക് പറഞ്ഞയക്കണേ? ഈ മുകളിലേക്ക് അയക്കുമെന്ന് പറഞ്ഞത് യഥാർത്ഥ വാക്കല്ലെന്ന് തോന്നുന്നു. ഞാൻ കൊണ്ടുവിടാന്നാ പറഞ്ഞേ. കൊണ്ടുവിടാം. ഓ, അപ്പൊ നിങ്ങൾ കൊണ്ടുവിടാന്നാ പറഞ്ഞല്ലേ? മാസ്റ്റർ, അങ്ങയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എന്റെ ജീവിതകാലം മുഴുവൻ അങ്ങയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഉറപ്പ്. താങ്ക് യു. ബൈ ബൈ മാസ്റ്റർ. ബൈ. ഈ സെൽഫി എടുക്കണ ഭ്രാന്ത് എന്താ നിർത്തണേ? ശരി, അയാളെ പിടിച്ച് ഉടനെ ലാങ്ടോ ഐലൻഡിലേക്ക് കൊണ്ടുപോവാ. കൂട്ടുകാരെ, ഒരു ശുഭവാർത്തയുണ്ട്. മിസ്റ്റർ ഡോങ്ങിന്റെ ഒളിത്താവളം കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ആളുകൾ അയാളെ അവിടുന്ന് പിടിച്ചുകൊണ്ട് ലാങ്ടോ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈഗർ, നിനക്ക് ഇന്ന് സ്പെഷ്യൽ ഭക്ഷണമാണ് കിട്ടാൻ പോകുന്നത്. സർ, മോട്ടു പത്ലു നമ്മുടെ പിന്നാലെ ഉണ്ട്. ഫിനിഷ് ദം.
Hands up. എല്ലാവരും കൈകൾ മുകളിലോട്ട് ഉയർത്തുക. എന്തു പറയുന്നു മോട്ടു? ഇപ്പോൾ എന്തു ചെയ്യും? മിസ്റ്റർ ഡെവിളിനെ നേരിട്ടാൽ ഇതായിരിക്കും അവസ്ഥ. ദേ അങ്ങോട്ട് നോക്കൂ, എന്താണ് ആ കാണുന്നതെന്ന്. എന്റെ സുഹൃത്തിനെ വിട്ടേക്ക് പ്ലീസ്. എന്റെ സുഹൃത്തിനെ വിടാനാ പറഞ്ഞത്. മോട്ടു പത്തുലു, ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ ആരും പേടിക്കണ്ട. കാറ് നിർത്താനാ പറഞ്ഞത്. ഇപ്പം തന്നെ ഇപ്പം നിർത്താം. പക്ഷേ നീ മുന്നിലുള്ള കാറിനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് വരണം. മോട്ടു, നീ ഇതെവിടേക്കാ പോകുന്നേ? ഓ, എന്നെ പൊട്ടനാക്കിയതാണോ? ഓ, ഞാൻ വെറുതെ വിടില്ല. ഓ, എവിടെ പോയി? പൊളിച്ചടുത്തല്ല. ബോൺലെസ് മാസ്റ്റർ ട്രെയിനിങ് നന്നായിട്ട് പറിക്കുന്നുണ്ടല്ലോ. എന്താ ഇയാള് ബോൺലെസ് മാസ്റ്ററിന്റെ അടുത്തുനിന്നാണോ ട്രെയിനിങ് എടുത്തത്? മോട്ടു ബോൺലെസ് മാസ്റ്ററിന്റെ അടുത്ത് ഇവിടെ ട്രെയിനിങ് എടുത്തിട്ടാ വന്നത്. ഇപ്പൊ നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. Finish them. അവരെ തകർത്ത് കളഞ്ഞേക്ക്. അവിടെ തന്നെ വെച്ച്. ഇവിടെ വരെ എത്താനേ പാടില്ല. വെറുതെ വിടൂല ഞാൻ. എന്റെ അമ്മോ, അവന് നേരെ വിട്ട മുള്ളുകളൊക്കെ ഇപ്പൊ നമ്മുടെ അടുത്തേക്കാണല്ലോ വരുന്നത്. വേണ്ട. Attack!
പറയൂ മിസ്റ്റർ ഡോൺ ഇപ്പൊ എവിടെയാണ് ഉണ്ടാവുക? പൊയ്ക്കോ. എങ്ങോട്ടായി പോകുന്നത്? താൻ എങ്ങോട്ടായി പോകുന്നത്? കേറി വന്നേ. നീ ഇതുവരെ ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ. ഇങ്ങ് വരാൻ. ഹലോ മിസ്റ്റർ ഡോങ്, ഹൗ ആർ യു? നിങ്ങൾ ഹോങ്കോങ്ങിനെ അഴിമതി രഹിതമാക്കാൻ ആഗ്രഹിക്കുന്നു, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു, ഡെവിളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോ ഹോങ്കോങ് ഡോൺ രഹിതമാകാൻ പോകുകയാണ്. അവനവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുഭവിച്ചതിന് ശേഷം മാത്രമേ പോകൂ. ഇന്നെന്റെ ടൈഗർ നിങ്ങളുടെ കൂടെ ആയിരിക്കും ലഞ്ച് കഴിക്കുന്നത്. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. നീ വേണമെങ്കിൽ എന്നെ കൊന്നുകൊള്ളൂ, അതൊരു പ്രശ്നമല്ല. പക്ഷേ നാളെ വേറൊരാൾ നിന്റെ മുന്നിൽ ഇതുപോലെ വന്ന് നിൽക്കും. നീ ചെയ്തു കൂട്ടുന്ന ഈ പാപങ്ങൾക്കൊക്കെ ഒരു അവസാനമായി. ആ വേറൊരാള് ദേ എത്തിക്കഴിഞ്ഞു മിസ്റ്റർ ഡോൺ. ടൈഗർ അറ്റാക്ക്! ഇതെന്തൊരു കുന്തമാണ്? ഇനി എന്റെ ലഞ്ച് എന്റെ ഇയാള് തട്ടിപ്പറിച്ചെടുക്കുവോ? ഇയാളെ തോപ്പിക്കാൻ ബുദ്ധിമുട്ടാ. ഇന്ന് ലഞ്ച് ഏതായാലും അങ്ങ് മിസ് ചെയ്തേക്കാം, അല്ലെങ്കിൽ തന്നെ എന്റെ വയറ് ശരിയല്ല. അല്ല, ഇത് എവിടത്തേക്കാ പോകുന്ന ടൈഗർ ചേട്ടാ? ഒന്ന് നിന്നൂടെ? ഇതെവിടുന്ന് വന്നു പെട്ടു? എന്റെ അമ്മോ, ഇവൻ ഫൈറ്റ് ചെയ്യാൻ വന്നതാണോ അതോ ബബിൾ ഗം തിന്നാൻ വന്നിരിക്കുകയാണോ?
വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ചിങ്കം സാറെ ഫയർ ചെയ്തോളൂ. ഫയർ ചെയ്തുകൊണ്ടേ ഇരുന്നോളൂ. യെസ്. വാ, ഇപ്പൊ പിടിക്കും മോട്ടു. കലക്കി മോട്ടു, നിനക്ക് പറക്കാനും സാധിക്കില്ലേ? എന്റെ ബ്രീഫ് കേസ്. ഇങ്ങനെയുള്ള അവസരത്തിൽ ഒരു സെൽഫി നിർബന്ധമല്ലേ ബോസ്? ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുമായി. ഞങ്ങൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. സോറി സർ, വെരി സോറി. തെറ്റ് എല്ലാ മനുഷ്യർക്കും പറ്റുന്നത് തന്നെയല്ലേ? തെറ്റുകൾ തിരുത്തുന്നവൻ തന്നെയാണ് യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. മോട്ടു പത്ലു, നീ ഹോങ്കോങ്ങിനെ കുറ്റവിമുക്തമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ലക്കികയുടെ ലക്ക് കാരണം ഉണ്ടായതാണ്. പൊളിക്കടുത്തല്ലോ, വല്ലതും പറഞ്ഞോ? കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ ലക്കി മോൻ കാരണമാ സംഭവിച്ചത്. Watch India's largest kids library only on Jio Hotstar. Download the app now.